ഒത്തിരി സങ്കടങ്ങളിലും വിഷമങ്ങളിൽ കൂടെയും പോകുമ്പോൾ നമുക്കൊരാശ്വാസമായിട്ട് നമ്മുടെ കൂടെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. സ്വസ്ഥമായി നമ്മുടെ ആ വിഷമതകളെല്ലാം നന്നായി മനസ്സിലാക്കി നമുക്കൊരാൾ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴുമായിട്ട് ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഒത്തിരി വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ധ്യാനിക്കാനും പറഞ്ഞു പ്രാർത്ഥിക്കാനുമുള്ള നല്ല ഒരു തിരുവചനമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ജെറമിയ 31 അധ്യായം 16 വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനയ്ക്ക് പ്രതിഫലം ലഭിക്കും, നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. ഈശോ നമ്മോട് നേരിട്ട് വന്ന് നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ തൊട്ടടുത്തിരുന്ന് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മോട് കൂടെ ആയിക്കൊണ്ടിരുന്ന് നമ്മോട് പറയുകയാണ്, നീ കരയണ്ട, നിൻ്റെ കരച്ചിലുകൾ നിർത്തൂ, നീ കണ്ണീർ തുടയ്ക്കുക, നിൻ്റെ യാതനകൾക്കും കഷ്ടപ്പാടുകൾക്കും എല്ലാം പ്രതിഫലം ലഭിക്കും. നിൻ്റെ ഭാവി, നീ എന്തിനെ പറ്റിയാണോ ഇത്രയും സങ്കടപ്പെടുന്നത്, ഭാവിയെ പറ്റിയായിരിക്കുമോ, അല്ലെങ്കിൽ മക്കളെ പറ്റിയാണോ, ജോലിയെ പറ്റിയാണോ, വിവാഹത്തെ പറ്റിയാണോ, അസുഖങ്ങളാണോ, അതേ പേരൻസിൻ്റെയോ കുഞ്ഞുങ്ങളുടെയോ സഹോദരങ്ങളുടെയോ എന്തിനെ പറ്റിയാണോ ആകുലപ്പെടുന്നത്, അതെയോ എല്ലാത്തിനെ പറ്റിയും ഉള്ള ചിന്തകളെല്ലാം മാറ്റിവെക്കുക. നിൻ്റെ കഷ്ടപ്പാടിൻ്റെയും യാതനകൾക്കും എല്ലാമുള്ള പ്രതിഫലം നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിൻ്റെ ഭാവി പ്രത്യാശ ഭരിതമായിരിക്കും എന്ന് ഈശോ നമ്മുടെ അടുത്തിരുന്ന് നമ്മോട് ചേർന്നിരുന്നുകൊണ്ട് നമുക്കൊരു ഉറപ്പ് തരുവാണ് ചെയ്യുന്നത്. ഈ ഒരു വചനം ഏതെങ്കിലും ഒരു പേപ്പറിലോ ബുക്കിലോ എഴുതി വെക്കുക. ജെറമിയ 31 അധ്യായം 16 വാക്യം. അപ്പോൾ ആ വചനം എഴുതി വെക്കുക. അത് കാണാതെ പഠിക്കാൻ പറ്റുന്നവർ കാണാതെ പഠിക്കുക. ഒത്തിരി വിഷമതകളിലൂടെയും സങ്കടങ്ങളിലൂടെയും കടന്നു പോകുന്ന നിമിഷങ്ങളിൽ ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക. നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാനായിട്ട് സാധിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്ഥലം പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം. അല്ല, നമുക്ക് വീട്ടിൽ തന്നെ സ്വസ്ഥമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഈ വചനം ധ്യാനിച്ചുകൊണ്ട് കണ്ണടച്ച് ധ്യാനിക്കുക. ഈശോ നമ്മുടെ അടുത്ത് വന്നിരുന്ന് നമ്മുടെ തോളിൽ തട്ടിക്കൊണ്ട് പറയുന്നതാണ്, നമ്മൾ വിഷമിക്കേണ്ട മോനെ അല്ലെങ്കിൽ മോളെ, നീ വിഷമിക്കേണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട്, നീ വിഷമിക്കേണ്ട, കണ്ണീർ തുടയ്ക്കുക, നീ വെറുതെ ഒത്തിരി ഇരുന്ന് സങ്കടപ്പെടുകണ്ട, നീ ചെയ്തിട്ടുള്ള എല്ലാവിധ കഷ്ടപ്പാടുകൾക്കും എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും എല്ലാം പ്രതിഫലം നിനക്ക് തീർച്ചയായിട്ടും നിനക്ക് ലഭിക്കും. നിൻ്റെ ഭാവി, നിനക്ക് നല്ലൊരു ഭാവി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ നമ്മളോട് കണ്ണടച്ച് നമ്മൾ ധ്യാനിക്കണം. ഈശോ നമ്മുടെ തൊട്ടടുത്ത് വന്നിരുന്ന്, ഞാനിപ്പോൾ ഒരു ഇമേജ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഒരു ഇമേജ് നമുക്ക് ധ്യാനിക്കാം. നമ്മളിങ്ങനെ സങ്കടങ്ങളിലൂടെയും വിഷമതകളിലൂടെയും പോകുമ്പോൾ നമ്മൾ കണ്ണടച്ചിരുന്ന് ഈശോ നമ്മോട് ചേർന്നിരുന്നുകൊണ്ട് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ കണ്ണീരൊപ്പിക്കൊണ്ട് ഈശോ നമ്മോട് ചേർന്നിരുന്ന് നമ്മോട് വന്ന് പറയുന്ന വചനങ്ങളാണിത്. അങ്ങനെ സങ്കടങ്ങളിലെയും വിഷമതകളിലൂടെയും പോകുമ്പോൾ ഈ ഒരു വചനം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വചനമാണിത്. ഇത് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും സപ്പോർട്ടും എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ സങ്കടങ്ങളിലും വിഷമതകളിലും എല്ലാം ഈശോ ഒരു ആശ്വാസക്കാറ്റായി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ തഴുകി നിങ്ങളുടെ ആ സങ്കടങ്ങളും വിഷമതകളും എല്ലാം തുടച്ചു മാറ്റി ഏറ്റവും നല്ല സന്തോഷമായിട്ടിരിക്കാനുള്ള അനുഗ്രഹവും കൃപയും ഈശോ നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.